ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കടലക്കറി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് കടലക്കറി, അപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലക്കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അറിയായിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കടല ഒരു കുക്കറിൻ്റെ അകത്ത് ഉപ്പിട്ട് ഞാൻ കടല കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കടല കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചതാണ്. ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ഇച്ചിരി ഗരം മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏലക്കായും പെരുംജീരകവും ഗ്രാമ്പും കറുവായും എല്ലാം കൂടെ ചൂടാക്കി ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. നമുക്ക് ചീനിച്ചട്ടി ആദ്യം അടുപ്പയിലേക്ക് വെച്ചിട്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിതാ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ അതിലേക്ക് കരിയാപ്പില കുറച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനിതാ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അരിഞ്ഞു വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ രാവിലെ നല്ല മഴയൊക്കെയാണ്. രാവിലെ നല്ല മഴയാണ്. പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകുന്നവർക്കൊക്കെ മഴ നനഞ്ഞ് വേണം പോകാൻ തോന്നുന്നു. അതുപോലെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? മഴയുണ്ടാവുമല്ലോ അല്ലേ? എല്ലായിടത്തും ഒരേപോലെ തന്നെ മഴ പെയ്യുകയാണല്ലോ. സവോള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി മുളക് പൊടി, എരിവിൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മുളകും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത്രയും കടലക്കറിയേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു സ്പൂണോളം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുരുമുളക് ചേർക്കുന്നവർക്ക് കുരുമുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടിയും ചേർക്കാം. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഞാൻ ഈ ഗരം മസാല ഉണ്ടാക്കിയതിൻ്റെ അകത്തേക്ക് ഞാൻ 2-3 കുരുമുളകും കൂടെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചൂടാക്കി പൊടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. തേങ്ങ ചിരണ്ടി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലത്തെ രണ്ടാമത്തെ പാലാണ് ഞാനിപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഞാനൊന്ന് എടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഞാൻ ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ പാല് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഗരം മസാല പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തുള്ളത് ഗ്രാമ്പു, കറുവ, പെരുംജീരകം, 2-3 കുരുമുളക്, ഇത്രയും സാധനമാണ്. ഞാനിത് ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. അപ്പോഴത്തെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് അതനുസരിച്ച് അപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ നേരമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് വെച്ചിട്ട് അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ കടല ഇതിൻ്റെ അകത്ത് കിടന്ന് ഇച്ചിരി നേരം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് നന്നായിട്ട് വരണം. അതിന് ശേഷം നമ്മൾ തീയെ ഓഫ് ചെയ്യുക.
നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തലപ്പാൽ ആദ്യം എടുത്തു വെച്ച പാല് ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് തിളയ്ക്കണ്ട കേട്ടോ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതേപോലെ ഓഫ് ചെയ്തിട്ട് ഈ പാലും കൂടെ ഒഴിച്ച് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഉണ്ടാക്കിയെടുക്കുക. ഇതുണ്ടോ, ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.